ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ എക്സാംസിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ചാപ്റ്ററിൽ നിന്നും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് വിത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഡാഷ്. ആൻസർ പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം. ഒരു വർഷത്തിൻ്റെ അവസാനം ഒരു കമ്പനി പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റും. അതിലാദ്യം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് അക്കൗണ്ടുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ രണ്ട് അക്കൗണ്ടുകൾ, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ രണ്ട് അക്കൗണ്ടുകളിലും നമ്മൾ മെയിനായിട്ട് എഴുതുന്നത് റെസീപ്റ്റ്സുകളും എക്സ്പെൻസുകളുമാണ്. അതായത് റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റുകളുമാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എഴുതുന്നതാണ് പി ആൻഡ് എൽ അക്കൗണ്ട് അഥവാ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത് റവന്യൂ റെസിപ്റ്റ്സുകളും റവന്യൂ എക്സ്പെൻസസുകളുമാണ് നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത്. ഇതിൽ റവന്യൂ റെസീപ്റ്റ്സിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ മാസാമാസം അല്ലെങ്കിൽ ഡെയിലി ബേസിസിലൊക്കെ നമുക്ക് കിട്ടുന്ന റെസീപ്റ്റ്സുകളാണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ സെല്ല് ചെയ്യുവാണ് കമ്പനിയിൽ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഡിവിഡൻഡ് കിട്ടുന്നു, ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇതൊക്കെ മാസാമാസം നമുക്ക് കിട്ടുന്ന റവന്യൂ റെസീപ്റ്റ്സ് നേച്ചറിലാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അടുത്ത റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സിന് കുറച്ച് ഉദാഹരണം നോക്കാം. സാലറി, വേജ്, പർച്ചേസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ക്യാരേജ് ചാർജസ്. അതായത് ക്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുവാണ്, അതൊരു എക്സ്പെൻസാണ് നമുക്ക്. അതൊക്കെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ നേച്ചറിൽ എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ. സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത് ബാലൻസ് ഷീറ്റാണ്. പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലൻസ് ഷീറ്റാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ മെയിനായിട്ട് കാണിക്കുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റുകളും ക്യാപിറ്റൽ എക്സ്പെൻസസുകളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റവന്യൂ റെസീപ്റ്റും റവന്യൂ എക്സ്പെൻസസുകളുമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നത് ക്യാപിറ്റൽ റെസീപ്റ്റുകളും ക്യാപിറ്റൽ എക്സ്പെൻസസുകളുമാണ്. ക്യാപിറ്റൽ എക്സ്പെൻസസിന് കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ, കമ്പനി ഇപ്പോൾ ഒരു ബിൽഡിങ് വാങ്ങുന്നു, ഒരു ലാൻഡ് വാങ്ങുന്നു, ഒരു വെഹിക്കിൾ വാങ്ങുന്നു. ഇതൊക്കെ ഒരു ഫിക്സഡ് അസറ്റുകളാണ്. ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്പെൻസസുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻസസിന് ഉദാഹരണമാണ്. ഒരു ബിൽഡിങ് വാങ്ങുക, ലാൻഡ് വാങ്ങിക്കുക, ഒരു വെഹിക്കിൾ വാങ്ങിക്കുക കമ്പനിക്ക്. ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻസസിൻ്റെ ഉദാഹരണം. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ്സുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബിൽഡിങ് വിൽക്കുക അല്ലെങ്കിൽ ഈ വാങ്ങിച്ച ലാൻഡ് വിൽക്കുക, എല്ലാം സെല്ല് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ക്യാപിറ്റൽ കിട്ടുകയാണ്. ലോങ് ടേം അസറ്റായിരുന്നു, ഫിക്സഡ് അസറ്റായിരുന്നു. ഇത് വിറ്റ് കിട്ടുന്ന റെസീപ്റ്റ്സുകളെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് നേച്ചറിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് വിത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രഡീഷണലി നോൺ ആസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ട്രഡീഷണലി എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് അക്കൗണ്ട്സുകളാണ് ഉൾപ്പെടുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രഡീഷണലി നോൺ ആസ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രഡീഷണലി നോൺ ആസ്. പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെയാണ് പൊസഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ്. ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസിൽ നിന്നാണ് നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ട്രയൽ ബാലൻസ് നോക്കിയാണ് നമ്മളൊരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ട്രയൽ ബാലൻസ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ സോഴ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്.
അതും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആണ്. അവിടെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു, ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനുള്ള മെയിൻ സോഴ്സ് ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന്. 3 അക്കൗണ്ടുകളാണ് മെയിനായിട്ട്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ പൊസഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയ ബാലൻസ് ഷീറ്റ്. ഇത് 3ഉം ഇൻക്ലൂഡഡ് ആണ് ഏതിൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പറേഷൻ ഓഫ് financial statement is dash. The first account in the preparation of financial account is dash. Answer, trading account. ഫൈനൽ അക്കൗണ്ടിൽ അഥവാ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസ് കിട്ടുകയുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അവസാനം അത് പൊസഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതാണ് ബാലൻസ് ഷീറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് പർപ്പസ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഏത് പർപ്പസിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ആൻസർ, ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർ നടത്തുന്ന ബിസിനസ്സിന് വേണ്ടി അവർ വാങ്ങിക്കുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ കാര്യങ്ങളാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രിപ്പയർ ചെയ്യാനുള്ള പർപ്പസായിട്ട് പറയുന്നത്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു കമ്പനിയിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് ലോസ്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആവാം, ഗ്രോസ് ലോസ് ആവാം. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് T ഷേപ്പിൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കാണും. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് മാനുഫാക്ചറിങ്ങിനായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസുകളും നമ്മൾ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്. ഡെബിറ്റ് സൈഡിൽ നമ്മളെപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്. ഈ പർച്ചേസിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കുറച്ചുള്ള ആക്ച്വൽ വാല്യൂ നമ്മൾ എടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡ് വരുമ്പോഴത്തേക്കും നമ്മളവിടെ സെയിൽസിൽ നിന്നും എന്തെങ്കിലും റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സെയിൽസിൻ്റെ ആക്ച്വൽ എമൗണ്ട് കാണിക്കുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. ഇവിടെ നമുക്കൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൈഡ് കൂടിയോ കുറഞ്ഞോ ഒക്കെ വരുമ്പോഴാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിൽ ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് എന്നുള്ള 2 ടേംസ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതി തയ്യാറാക്കുന്നത്. 2ാമത്തെ പോയിന്റ്, എനേബിളിംഗ് ദ മാനേജ്മെൻറ്റ് ടു മേക്ക് എ കമ്പാരിസൺ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ. അതായത് നമുക്ക് പ്രീവിയസ് ഇയർ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കാണാം, അക്കൗണ്ട്സുകൾ കാണും, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രീവിയസ് ഇയറിൽ. അത് ഈ വർഷത്തെ ഇയറിലെ അക്കൗണ്ടുകളുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടി ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസ് ആണോ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടുന്നത് ആ ഇയറിൽ. അപ്പം നമുക്കത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫിഗറുമായിട്ട് നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ വേണ്ടി യൂസ്ഫുൾ ആവുന്നുണ്ട്. 3ാമത്തത്, ടു അസർട്ടൈൻ ദ ഡിഫറൻറ്റ് റേഷ്യോസ് സച്ച് എസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ടു സെയിൽസ് എക്സെട്ര. ഇവിടെ എന്ന് പറയുന്നത് റേഷ്യോസിനെ പറ്റിയാണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കിതിനെ റേഷ്യോയുടെ അനുപാതത്തിൽ നമുക്കിതിനെ പറ്റി പറയാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാം, ഹെൽപ്ഫുള്ളാണ്. ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇത് രണ്ടും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ഇനി കുറച്ച് കാൽക്കുലേഷൻ സൈഡാണ്. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
നെറ്റ് സെയിൽസിൽ നിന്നും ആക്ച്വൽ സെയിൽസിൽ നിന്നും നമ്മൾ എന്താണ് മൈനസ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് മൈനസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ബേസിക്കായിട്ട് നെറ്റ് സെയിൽസ് തരണം എന്നില്ല. നെറ്റ് സെയിൽസ് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പം നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് നമ്മൾ ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു ടി ഷേപ്പിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ സെയിൽസ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് കാണും, അതിൻ്റെ താഴെ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ എമൗണ്ട് കാണിക്കും. ആ സെയിൽസ് റിട്ടേൺ നമ്മൾ ടോട്ടൽ സെയിൽസിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് നെറ്റ് സെയിൽ എടുക്കുന്നത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി കുറച്ചുകൂടെ ഇതായിട്ട് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തരണം എന്നില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് നമ്മൾ കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ കാണും, നെറ്റ് സെയിൽ ചിലപ്പോൾ കാണണമെന്നില്ല, നെറ്റ് പർച്ചേസ് ചിലപ്പോൾ കാണണമെന്നില്ല. നെറ്റ് പർച്ചേസ് കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നേരത്തെ സെയിൽസ് ചെയ്ത പോലെ തന്നെ നെറ്റ് സെയിൽസ് ചെയ്ത പോലെ തന്നെ ടോട്ടൽ പർച്ചേസിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഐറ്റംസ് ഒക്കെ എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന ഐറ്റംസുകളാണ് ഈ പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ. ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡാണ്, അത് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഈ നേരത്തെ ആഡ് ചെയ്ത ഐറ്റംസിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തു നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. നെറ്റ് പർച്ചേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടോട്ടൽ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് പർച്ചേസും കിട്ടുന്നു. അപ്പം ബേസിക് ഇക്വേഷൻ ഇതാണ്, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിൽ നെറ്റ് സെയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോട്ടൽ സെയിലിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുമ്പോൾ നെറ്റ് സെയിൽ കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് ആയ ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, നെറ്റ് പർച്ചേസ് എഴുതുക, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഇൻ ദ ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ഗിവൺ. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിൻ്റെയും ക്രെഡിറ്റ് സൈഡിൻ്റെയും ഡിഫറൻസിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ ദാൻ ദെയർ വിൽ ബി ഡിഫറൻസ് ഇൻ ഡാഷ്. അതായത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിനെ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ക്രെഡിറ്റ് സൈഡാണ് ഇപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്നത്. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ ദാൻ ദെയർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ടി ഷേപ്പിലുള്ള ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് വെച്ചേക്കുക. അപ്പം അതിൽ ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ കൂടുതലാണ്. നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ അപ്പം നമ്മളത് പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടോട്ടൽ കൂടി നിൽക്കുന്ന സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുക എന്ന് പറഞ്ഞു. ആ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും എഴുതും, ഡെബിറ്റ് സൈഡിലും എഴുതും ക്രെഡിറ്റ് സൈഡിലും എഴുതും. എന്നിട്ട് ഈ ക്രെഡിറ്റ് സൈഡിൽ നിൽക്കുന്ന കുറഞ്ഞ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്നും കുറച്ചിട്ട് ആ കുറച്ച് കിട്ടുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി ആ എഴുതുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതും. കാരണം ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യമില്ല, ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു, കുറഞ്ഞു നിൽക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ആ ഡിഫറൻസ് ആയി കിട്ടിയ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് ആ എഴുതുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്.
14th question, if the debit side total is more, then there will be a difference in gross loss. തിരിച്ച് പറഞ്ഞാൽ മതി. ഡെബിറ്റ് സൈഡ് എമൗണ്ട് ആണ് കൂടി നിൽക്കുന്നതെങ്കിൽ ആ കൂടി നിൽക്കുന്ന എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും എഴുതി ക്രെഡിറ്റ് സൈഡിൻ്റെ എത്രയാണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ കുറച്ചിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ അതിനെ വിളിക്കുന്ന ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് ലോസ്. മെജോറിറ്റി ടൈമിലും നമുക്കെപ്പോഴും ഗ്രോസ് പ്രോഫിറ്റാണ് ട്രേഡിങ്ങിൽ കിട്ടാറുള്ളത്. അതെപ്പോഴും ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എവിടെയാണ് കൂടുതൽ നിൽക്കുന്നത് ആ കൂടുതൽ നിൽക്കുന്ന എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും കാണിച്ച് കുറവുള്ള സൈഡിൽ ആ എമൗണ്ട് എഴുതി അതിനെ ഇപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്നും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് വിളിക്കും. 15th question, name the entries that are used in the trading account for transferring items to the debit side. അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ്. മെയിനായിട്ട് നമ്മൾ തുടങ്ങുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ടാണ്. പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ് ആൻഡ് അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ കാണിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസുകളാണെന്ന് പറഞ്ഞു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, ഇൻബിൽറ്റാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അത് കഴിഞ്ഞ് പർച്ചേസ് നമ്മൾ എഴുതുമ്പം അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മൾ പർച്ചേസ് എഴുതുക, ഇന്നർ കോളത്തിൽ പർച്ചേസിൻ്റെ എമൗണ്ട് എഴുതി പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് ഫൈനൽ എമൗണ്ട് മാത്രം ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് വേജ് പിന്നെ അത് കഴിഞ്ഞ് ക്യാരേജ് ഇൻവേർഡ്. വേജ് എഴുതുക, സാലറി എഴുതില്ല, കാരണം സാലറി ഒരു ഓഫീസ് എക്സ്പെൻസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം സാലറി കണ്ടു കഴിഞ്ഞാൽ സാലറി ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുക, സാലറി കണ്ടു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുക. വേജ് കണ്ടു കഴിഞ്ഞാൽ വേജ് നമ്മളെപ്പോഴും ട്രേഡിങ്ങിലാണ് എടുക്കുന്നത്. ക്യാരേജ് ഇൻവേർഡ് നമ്മൾ പറഞ്ഞു, നമ്മുടെ കമ്പനിയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ക്യാരേജ് ഇൻവേർഡ്. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്, ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട്. അതിൻ്റെ അതർ ഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. 16th question, വാട്ട് ആർ ദ റിലവൻറ്റ് ഐറ്റംസ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെ ഏതൊക്കെയാണ് റിലവൻറ്റ് ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട റിലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത്രയും ഐറ്റംസ് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ റിസൾട്ടായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് കിട്ടുന്നത്. 17th question, the book value of the stock brought forward from the previous year is known as. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നാണ്. എന്താ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ബുക്ക് വാല്യൂ ഓഫ് ദി സ്റ്റോക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നിന്നും നമ്മൾ ഫോർവേഡ് ചെയ്തൊരു എമൗണ്ട് ഉണ്ട്, ബുക്ക് വാല്യൂ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഈ വർഷത്തെ എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, നമ്മൾ ഫോർവേഡ് ചെയ്യുവാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ടിരുന്നു, ഇപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കായി. 18th question, in the case of manufacturing concern, the opening stock contain. ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോഴത്തേക്കും അവിടെ ഫിനിഷ്ഡ് ഗുഡ്സും വരും, സെമി ഫിനിഷ്ഡ് ഗുഡ്സും വരും. കാരണം അവിടെ മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂയിങ് ആണ്. അപ്പം ഫിനിഷ്ഡ് ഗുഡ്സും വരാം, സെമി ഫിനിഷ്ഡ് ഗുഡ്സും അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം മാനുഫാക്ചറിങ് കൺസേൺ ആകുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ 19th ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ ട്രേഡിംഗ് കൺസേൺ ദ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെയ്ൻ. നമ്മളൊരു ട്രേഡിംഗ് ആകുമ്പോൾ അവിടെ ഫൈനലാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പം ഒള്ളി ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ അവിടെ നമ്മൾ എടുക്കുകയുള്ളൂ. മാനുഫാക്ചറിങ് ആകുമ്പോൾ അവിടെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ആ ഗുഡ്സുകൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഫിനിഷ്ഡും സെമി ഫിനിഷ്ഡും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ട്രേഡിങ് വരുമ്പോൾ ഒള്ളി ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th, ദ ഫസ്റ്റ് ഐറ്റം ദാറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ആദ്യത്തെ ഐറ്റംസ് എന്താണെന്ന്. ആദ്യത്തെ ഐറ്റം എപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് വാല്യൂ, പ്രീവിയസ് ഇയറിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ് ഈ വർഷത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബുക്കിലേക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട്, ക്ലോസിംഗ് സ്റ്റോക്കിനെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൊണ്ടുവരുന്നതുകൊണ്ട് ഫസ്റ്റ് ഐറ്റം ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഫസ്റ്റ് ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. താങ്ക് യു.